ഹായ് ഓൾ. നമ്മൾ ഇന്ത്യൻ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന ടോപ്പിക്കാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇന്ത്യൻ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സിസ്റ്റം, ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ ബാങ്കും ബാങ്ക് റിലേറ്റഡ് ടേംസുകളും എന്താണ് ബാങ്ക് അങ്ങനെ ലൈക്ക് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു ചാപ്റ്ററല്ല, ഈ ഒരു ബുക്കിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സുരേഷ് ഗ്യാൻവിഹാർ യൂണിവേഴ്സിറ്റിയുടെയാണ് ഈ ഒരു പേപ്പർ വരുന്നത്. ഓക്കെ, സോ നമുക്ക് മെയിനായിട്ട് ഈ ഒരു ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ, യൂണിറ്റ് 2 യൂണിവേഴ്സൽ ബാങ്കിങ്, യൂണിറ്റ് 3 നെഗോഷിയേഷൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്, യൂണിറ്റ് 4 ഫിനാൻഷ്യൽ സിസ്റ്റം, യൂണിറ്റ് 5 ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഇത്രയും 5 ടോപ്പിക്സാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഒരു ഇന്ത്യൻ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്നുള്ളതിൽ മെയിനായിട്ട് 5 യൂണിറ്റ്സുകളാണ് വരുന്നത്. ക്ലിയർ? സോ ഒന്നാമത്തെ യൂണിറ്റ് യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ. ഓക്കെ ആണോ? യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ എന്നുള്ളതിനകത്ത് മെയിനായിട്ട് നമ്മൾ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്, ഇൻട്രൊഡക്ഷൻ, ഡെഫിനിഷൻ ഓഫ് ബാങ്ക്, ഫങ്ഷൻസ് ഓഫ് ബാങ്ക്, വാട്ട് ഈസ് ബാങ്കിങ്, മീനിങ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്കിങ്, ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്, പബ്ലിക് സെക്ടർ ബാങ്ക്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, meaning and liabilities of operation of commercial bank, RBI, NABARD, monetary policy in RBI, credit control by RBI, chapter summary, review questions, multiple choice questions. ഓക്കെ, ജസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ? ലിസൺ. ഒന്നാമത്തെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്. ഇത് മെയിനായിട്ട് നമ്മൾ ബാങ്കിങ് സിസ്റ്റം എന്താണ്, കമ്പയർ ദ കോൺട്രാസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്കിങ് ആൻഡ് ക്രെഡിറ്റ് യൂണിയൻസ്, ഡിസ്കസ് ദ ഡെപ്പോസിറ്ററി പ്രൊഡക്ഷൻ ഏജൻസീസ്. ഇത്രയാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്. ക്ലിയർ? ഒന്നാമത്തെ ഇൻട്രൊഡക്ഷനിൽ ജസ്റ്റ് ബാങ്കിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ബാങ്ക്സ് ആർ എ വെരി precious parts of the economy because of their provide important services for both the consumer and business. As financial services provided, they give you a secure place to store your cash. ത്രൂ എന്താണ്, ആസ് എ ബാങ്ക് എന്നുള്ള രീതിയിൽ അതെന്ത് ചെയ്യുന്നു, ഒരു സിംപ്ലി ഒരു പ്ലേസ് ആണ് വേർ വി ക്യാൻ സെക്യൂർ അവർ ക്യാഷ് ഓർ എനിത്തിങ്. അതായത് നമ്മൾ നോർമലി ബാങ്കിനെ കുറിച്ചിട്ട് സംസാരിക്കണമെങ്കിൽ നമ്മൾ ഒരു സിമ്പിൾ പ്ലേസ് ആണ്, നമുക്ക് അവിടുന്ന് എന്ത് കിട്ടുന്നുണ്ട്, നമുക്ക് നമ്മുടെ സാധനങ്ങൾ സെക്യൂറായി വെക്കാനും നമുക്ക് ലോൺസ് എടുക്കാനും വേണ്ടിയിട്ടില്ല. നമ്മുടെ ജനറലി നമുക്ക് ബാങ്ക് എന്ന് പറയുമ്പോൾ അത്തരം കാര്യങ്ങളാണ് ഓർമ്മ വരിക. ഓക്കെ, so through a variety of accounts types such as checking and saving account and certificates of deposit, you can conduct daily banking transactions like deposit, reception, check jotting and bill payments. You can also save your plutocrat and earn interest on your investment. Plutocrat stored in the utmost bank account is federally insured by the Federal Deposit Insurance Corporation up to the limit of for individual depository and for considerably held deposits. Banks are also give credit openings for people and pots, and the bank lent the plutocrat you deposit at the bank short-term cash to other for long-term debits similar to auto loan, credit cards, mortgages, and other debt vehicles. This process the helps to protect liquidity in the request, which create plutocrat and keep the force going. Just like any other business, the thing of bank is to earn the profit for its possessors. For at most banks, the possessors are their shareholders. Bank do thereby charging further interest to the loans and other debt by issue to the borrowers than what they are people pay who is saving their vehicles.
ഐ എം റിയലി സോറി. ഇത് ഈ ഫോണ് ചെറിയ വളരെ ചെറിയ അക്ഷരമായതുകൊണ്ടാണ്, നമുക്ക് ക്ലാരിറ്റി കമ്മിയായതുകൊണ്ടാണ് വായിക്കുന്നതിൽ ചെറിയ പ്രശ്നം വരുന്നത്. ഓക്കെ, ഐ എം റിയലി സോറി. എനിവേസ്, നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ നോക്കേണ്ട, നമ്മൾ പറയുന്ന കണ്ടൻറ്റ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, വാട്ട് ഈസ് ഡെഫിനിഷൻ ഓഫ് ബാങ്ക്? ഇതിൽ ബാങ്ക് എന്താണെന്ന് ചോദിക്കും, ടൈപ്സ് ഓഫ് ബാങ്ക് ഇതൊക്കെ നമ്മളോട് ചോദിക്കുള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് എന്താ കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ പറഞ്ഞുതരാം. ഓക്കെ, ഒന്നാമത്തെ ഡെഫിനിഷൻ ഓഫ് ബാങ്ക്. ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഡീൽ വിത്ത് എന്താണ് bank is a financial institution which deal with plutocrat and credit. Bank accept deposit from the public and mobilize the fund to productive sectors. Banks also provide remittance, installation of transfer plutocrat from place to another. Generally, bank accept deposit from the business institution and individual, which is mustered into a productive sector, substantially business and consumer lending. So bank is also called a dealer of plutocrat. At present environment, a bank may be engaged in different types of functions, similar remittance, exchange currency, common adventure, underwriting, bank guarantee, linking with billet. എന്താണ് ബാങ്ക് എന്ന് പറഞ്ഞാൽ? ബാങ്ക് ഈസ് എ പ്ലേസ് വേർ ആസെപ്റ്റ് നമ്മൾ ഡെപ്പോസിറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നു, ലെൻഡിങ് മണി. മെയിനായിട്ടുള്ള പർപ്പസ് ബാങ്ക് എന്ന് പറയുന്നത് ഒരു പ്ലേസ് വേർ ഇറ്റ് ഈസ് എൻ പ്ലേസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം. ഓക്കെ, അവിടെ എന്താ ചെയ്യുന്നത്? നമ്മുടെ സാധനങ്ങൾ, നമ്മുടെ എന്താ പറയുക, പൈസ ഒന്നില്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുന്നു ഫോർ ദ സേഫ് കസ്റ്റഡിക്ക്, അല്ലെങ്കിൽ നമുക്ക് മണി തരുന്നു ലോൺ പർപ്പസിന് വിത്ത് ഇൻട്രസ്റ്റോടു കൂടി. ഓക്കെ, അതാണ് ബാങ്ക് എന്ന് പറയുന്നതിന് മെയിൻ പർപ്പസ്. അപ്പം നിങ്ങളോട് ബാങ്ക് എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് എ പ്ലേസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ വേർ ആക്സെപ്റ്റിംഗ് ദ ഡെപ്പോസിറ്റ്സ് ഓർ ലെൻഡിങ് മണി. ഓക്കെ ആണോ? എത്ര ആലോചിച്ചാൽ മതി. സോ അൾട്രാ മോഡം ബാങ്ക് റെഫേഴ്സ് ടു ദ, പിന്നെ അത് മാത്രമല്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ ബാങ്ക് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് വേറെ കുറേ പർപ്പസുകൾ കൂടി പ്രൊവൈഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? സിമിലർ റെമിറ്റൻസ്, എക്സ്ചേഞ്ച് കറൻസി, കോമൺ അഡ്വഞ്ചർ, അണ്ടർ റൈറ്റിംഗ്, ബാങ്ക് ഗ്യാരണ്ടി, ബ്ലിങ്കിങ് ബില്ലറ്റ്, ഇങ്ങനെ കുറേ പരിപാടിയും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അൾട്രാ മോഡം ബാങ്ക് റെഫേഴ്സ് ടു ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാവിംഗ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ്. ബാങ്ക് ഡീൽ വിത്ത് plutocratic, it accepts deposit and advance loans. Bank also deal with the credit. It has the capability to produce credit by expanding its areas. Bank is marketable institution. It aim at earning profit. And bank are the top source of credit for millions of individual and families and for numerous units of government. They are among the most important physical institutions in the fragility. Bank deal with accept deposits and advance provide ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്രെഡിറ്റ് ഡീൽ ചെയ്യുന്നുണ്ട്. മാർക്കറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് aim at earning profit. മാർക്കറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ടോപ്പ് സോഴ്സ് ഓഫ് ക്രെഡിറ്റ് ഫോർ മില്യൺസ് ഓഫ് പീപ്പിൾസ്. ഓക്കെ, ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഫോർ ആൾസോ, അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ബാങ്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ഇറ്റ് ഈസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ദ പ്ലേസ് വേർ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് ആൻഡ് മണി ആൻഡ് ഇറ്റ് പ്രൊവൈഡ് ദ ആക്സെപ്റ്റ് ദ ഡെപ്പോസിറ്റ്, ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്രെഡിറ്റ് സോഴ്സ് ഓഫ് ക്രെഡിറ്റ് ആണ്. ആൻഡ് ഇറ്റ്സ് എ മാർക്കറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഫോൾസ് സ്മാൾ ഒറിജിനൽ ബിസിനസ് ടു എ ലാർജ് ഡീലേഴ്സ്. ബാങ്ക്സ് ആർ ഫ്രീക്വൻ്റ്ലി ദ മേജർ സോഴ്സ് ഓഫ് ക്രെഡിറ്റ് ടു സ്റ്റോക്ക് ദ ഷെൽഫ്സ് വിത്ത് വെയേഴ്സ്. And bank grant further investors loans to consumer that any other physical institutions. Bank are among the leading buyers of bonds and notes issued by the government to finance public institutions, installations ranging from the hospitals and football coliseums to art fields or roadways. എനിവേസ്, നമുക്ക് ബാങ്ക് എന്ന് പറയുന്നതിനകത്ത് മെയിനായിട്ടുള്ള എന്തൊക്കെ സർവീസസുകളാണ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഐ എം ഡിസ്കസിങ് ഹിയർ. ഐ തിങ്ക് ഇനിയും വരുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ബാങ്ക് എന്ന് പറയുമ്പോൾ?
ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്. ബാങ്കിൻ്റെ ഒന്നാമത്തെ ഫംഗ്ഷനാണ് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്. ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഫ്രം സേവിയേഴ്സ് ഓർ റിഗാർഡ് ഹോൾഡേഴ്സ് ഇറ്റ്സ് എ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ദ ബാങ്ക്. ബാങ്ക് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം those who can save plutocrat but cannot with use it profitable sector. People prefer to deposit their saving in the bank because by doing so they earn interest. അപ്പോൾ ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുക. ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഈസ് ദ മെയിൻ function of the bank. By accepting deposit, the bank want to give a small amount of interest to the people. Okay, so the first function of the bank is to accept the deposit from the different peoples, and they want to give some amount of interest to the peoples. Next is advancing of loans. Bank are profit acquired business association, so they have to advance loan to public and induce interest from their them as profit. After keeping the certain cash reserves, banking gives short-term, medium-term, and long-term loans to the indigent models. Advancing loans. Another purpose of the bank is to providing the loans. എന്താണ് മീഡിയം, ഷോർട്ട് ടേം, ലോങ് ടേം ലോണുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദേ വാണ്ട് ടു ഗീവ് എ ഡിഫറെൻറ്റ് ലോൺസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അഡ്വാൻസിങ് ലോണിലാണ് നമ്മളിത് പറഞ്ഞത്. എന്താണ് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുക. മീഡിയം ടേം, ലോങ് ടേം, മീഡിയം, ഷോർട്ട് ടേം ലോണുകൾ ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. വെറുതെ ലോൺ പ്രൊവൈഡ് ചെയ്യുക അല്ലേ, അല്ല സെർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് അവർ പേ ചെയ്യണം. അപ്പോൾ അതിന് പുറത്ത് നമ്മൾ ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അടുത്തൊരു ടേമാണ് ഡിസ്കൗണ്ടിങ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഓക്കെ, അടുത്തൊരു ഫങ്ഷനാണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഓക്കെ, ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ഈസ് മെൻഷൻഡ്. ഓക്കെ, ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ് അല്ലെ, കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ഫംഗ്ഷനും ബാങ്ക് ചെയ്യുന്നുണ്ട്. അടുത്താണ് ചെക്ക് പേയ്മെൻറ്റുകൾ. ഓക്കെ, ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ചെക്ക് ബുക്സുകൾ കണ്ടിട്ടില്ലേ? നമ്മൾ അക്കൗണ്ട് ഹോൾഡേഴ്സിന് ചെക്ക് ബുക്കുകൾ ഉണ്ടായിരിക്കും. സോ അക്കൗണ്ട് ഹോൾഡർ ക്യാൻ ഡ്രോ ചെക്ക് അപ്പ് ടു ബാങ്ക് ടു plutocrat and bank pay for check aggers after the formal verification and sanction the procedures ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബാങ്കുകൾ ചെക്ക് പേ ചെയ്യും. അടുത്താണ് റെമിറ്റൻസ് ഈസ് എ സിസ്റ്റം ത്രൂ വിച്ച് ദ ക്യാഷ് ഫണ്ട് ഈസ് ട്രാൻസ്ഫർ ഫ്രം വൺ പ്ലേസ് ടു അനദർ. ബാങ്ക് ഗീവ് ദ ഇൻസ്റ്റലേഷൻ ഓഫ് റെമിറ്റൻസ് to the guest and earn some services charge. Remittance is a system. Remittance എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് ത്രൂ വിച്ച് ദ ക്യാഷ് ഫണ്ട് ഈസ് ട്രാൻസ്ഫർ ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് ക്യാഷ് റെമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് റെമിറ്റൻസിൽ വരുന്നത്. അടുത്ത കളക്ഷൻ ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഇൻ അൾട്രാ മോഡേൺ ബിസിനസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് സിമിലർ ടു as bill of exchange, promissory note, check, etc. are used. Bank deal with similar instruments. Ultra modern banks collect and pay different types of credit instrument as the representative of the guest. എന്താണ് ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റുകൾ കളക്ട് ചെയ്യുക, അത് പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഫോറിൻ എക്സ്ചേഞ്ച്. ബാങ്ക് ഡീൽ വിത്ത് ഫോറിൻ കറൻസീസുകൾ ഡീൽ ചെയ്യും. ഇപ്പോൾ വേറെ രാജ്യത്തു നിന്നുള്ള പേയ്മെൻറ്റുകളാണെങ്കിൽ നമ്മൾ രാജ്യത്തിലെ കറൻസിയായിട്ട് കൺവേർട്ട് ചെയ്ത് അതിൻ്റെ പേയ്മെൻറ്റിനെ സഹായിക്കാനും ആര് സഹായിക്കുന്നുണ്ട്? ബാങ്കുകൾ സഹായിക്കുന്നുണ്ട്. അടുത്താണ് കൺസൾട്ടൻസി. അൾട്രാ മോഡേൺ മാർക്കറ്റബിൾ ബാങ്ക്സ് ആർ ലാർജ് അസോസിയേഷൻ. They can expand their functions to consultants business. In this function, bank their physical, legal and request experts who give advice to guests in regarding to investment and trade, income, duty, etc. അപ്പം അടുത്ത ഒരു ഫങ്ഷൻ കൺസൾട്ടൻസി, അതായത് കൺസൾട്ടൻസി സർവീസസുകൾ ആര് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്? ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നമുക്കറിയാം ഇപ്പോൾ ബാങ്കുകൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഈ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചും അതുപോലെ കൺസൾട്ടൻസി സർവീസസുകളൊക്കെയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കൺസൾട്ടൻസി സർവീസസുകൾ ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ബാങ്ക്. അടുത്താണ് ബാങ്ക് ഗ്യാരണ്ടി. ഗസ്റ്റ് ആർ ഹാൻഡിൽഡ് ആൻഡ് ദ ഇൻസ്റ്റലേഷൻ ഓഫ് ബാങ്ക്സ് ഗ്യാരണ്ടി.
ബാങ്ക് ഗ്യാരണ്ടി ചെയ്യുന്നതിനകത്ത് ഗസ്റ്റ് എന്താണ് ഇൻസ്റ്റലേഷൻ ഓഫ് ബാങ്ക് ഗ്യാരണ്ടി ഓഫ് അൾട്രാ മോഡേൺ മാർക്കറ്റബിൾ ബാങ്ക്സ് വെൻ ഗസ്റ്റ് ഹാവ് ടു ഡെപ്പോസിറ്റ് സർട്ടൻ ഫംഗ്ഷൻ ഫണ്ട് ഇൻ ഗവൺമെൻറ് സർവീസ് ഓർ കോഡ് ഫോർ സ്പെസിഫിക് പർപ്പസ് ബാങ്ക് ക്യാൻ പ്രസൻറ്റ് ഇറ്റ് സെൽഫ് ദ ഗ്യാരണ്ടി ഫോർ ക്ലയൻറ്റ് റേദർ ദ ഡെപ്പോസിറ്റിംഗ് ദ ഫണ്ട് ബൈ ഗസ്റ്റുകൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്യാരണ്ടി കൊടുക്കുക എന്നുള്ളൊരു പർപ്പസാണ് അടുത്തത്. ഓക്കെ, മെയിനായിട്ട് ഇത്രയും വരുന്നുള്ളൂ. വാട്ട് ആർ ദ ഫങ്ഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്കിൻ്റെ മെയിനായിട്ടുള്ള പരിപാടി. ഓക്കെ, ബാങ്ക് എന്ന് പറയുന്ന സമയത്ത് മെയിനായിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒന്ന്, അഡ്വാൻസിങ് ലോൺ, ഡിസ്കൗണ്ടിങ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക് പേയ്മെൻറ്റ്, റെമിറ്റൻസ്, കളക്ഷൻ ഓഫ് പേയ്മെൻറ്റ് ഓഫ് ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഫോറിൻ എക്സ്ചേഞ്ച്, കൺസൾട്ടൻസി, ബാങ്ക് ഗ്യാരണ്ടി. ഓക്കെ, ദീസ് ആർ ദ മെയിൻ ആയിട്ടുള്ള ബാങ്കിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ?